മുഖ്യമന്ത്രിക്ക് അറിയില്ല. വായിച്ചപ്പോ എന്താ കല്ലും മുള്ളു കാലിക്കുത്താണ്. സുഹൃത്തുക്കളെ, നമ്മുടെ VD സതീശൻ ഗംഭീരമായിട്ട് നുണ പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കൃത്യമായിട്ടും VD സതീശൻ എന്ന് മുതലാണ് നുണ പറയാൻ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. അത്തരം ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം മുഴുവൻ പരിശോധിക്കേണ്ടി വരും. സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു വിവരം പരിശോധിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് മുതലാണ് നുണ പറയാൻ തുടങ്ങിയത്? ഒരു പക്ഷേ ഇദ്ദേഹം രാഷ്ട്രീയം തുടങ്ങി അന്ന് മുതൽ നുണ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ ശക്തമായപ്പോഴേ ഈ നുണകളൊക്കെ ഇങ്ങനെ സത്യമായിട്ട് പൊന്തി വരാൻ തുടങ്ങി. പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് ഈ ശബരിമലയ്ക്ക് പോകുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ഗംഭീര സമ്മേളനം നടത്തുന്നുണ്ടായി. ആ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവിടെ അദ്ദേഹം പ്രസംഗത്തിനിടയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തെ, ഒരു വാക്കുണ്ട്, കല്ലും മുള്ളും കാലുക്ക് മെത്തെ സ്വാമിയെ അയ്യപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുദ്രാവാക്യമുണ്ട്. മുദ്രാവാക്യമല്ല, ശരണവിളിയുണ്ട്. എന്തായാലും അതടക്കം ഏതോ ഒരു കനകോല് പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ട് VD സതീശൻ ഒന്ന് തള്ളാൻ നോക്കിയതാ. അവിടെ മുതലാണ് VD സതീശന്റെ ഈ നുണകളുടെ പരാജയം തുടങ്ങുന്നത്. ദാ കാണൂ. മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തവനും അറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല. വായിച്ചപ്പോ എന്താ കല്ലും മുള്ളു കാലിക്കുത്താണ്. കണ്ടില്ലേ, ആളുകളൊക്കെ ഗംഭീര ചിരിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് പോലും ഇല്ലടേ നിങ്ങളിടയിൽ ഇദ്ദേഹത്തെ ഒന്ന് സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പിണറായി വിജയൻ പ്രസംഗിച്ച പ്രസംഗം ഒന്ന് നേരം പോലെ കേൾപ്പിക്കാനുള്ള ആള് പോലും നിങ്ങളെ കൂട്ടത്തിലില്ലേ? വൻ ദുരന്തമാണ് കേട്ടോ. കണ്ടോക്കൂ. കല്ലും മുള്ളും കാലുക്കുമെത്ത എന്ന കേട്ടാ, കല്ലും മുള്ളും കാലുക്കുമെത്ത എന്ന് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞേ. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം ആ പ്രസംഗം നോക്കി വായിക്കല്ലേ. ഈ ചെങ്ങാതി ചില പ്രസംഗങ്ങളൊക്കെ നോക്കി വായിക്കും, ചിലതൊരു നോക്കൽ വേണ്ട, ഒന്നും വേണ്ട, ഗംഭീരമായിട്ട് സംസാരിച്ച് കളയും. അതും ചില രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രസ്താവനകളും മറ്റൊക്കെ ആണെങ്കിൽ മടിയില്ലാതെ പറയും. ബാക്കി കേക്ക്. ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി 18ാം പടി കയറി അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വം. ഇതാണ് സതീശന് 1ാം സമ്മാനം നേടിക്കൊടുത്ത നുണ.